നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലുള്ള നെക്സ്റ്റ് ടോപ്പിക്കായി ക്യൂവിനെ പറ്റിയിട്ടാണ്. ക്യൂ ഈസ് ദ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ടൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഓർഗനൈസ് ദ ഡാറ്റ. ക്യൂ നമ്മുടെ അറേനെ പോലെ തന്നെ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറിങ് പർപ്പസ് ഇതും വരുന്നതെന്ന് വെച്ചാൽ 1 by 1 ആ ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് അതിനെയും ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡാറ്റ വാല്യൂസ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ, മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പോട്ടെ, വേറൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേജ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഒരു ഫയലുള്ള ഏതോ ഒരു പേജ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ഫയലുള്ള വേറൊരു പേജും കൂടെ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അങ്ങനെ ഒരു 3-4 ഫയലുള്ള ഇങ്ങനെ ഏതൊക്കെയോ പേജുകൾ എന്ത് ചെയ്യാൻ കൊടുക്കുകയാണ്, പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പം ഈ പ്രിൻറ്റിങ് മെഷീനിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോസസ്സും ഒരു ക്യൂ ആയിട്ടായിരിക്കും നിൽക്കുക. അതായത് നമ്മൾ ആദ്യം കൊടുത്ത പേജായിരിക്കും ഫസ്റ്റിലുണ്ടാവുക, പിന്നെ നമ്മൾ രണ്ടാമത് കൊടുത്ത പേജായിരിക്കും രണ്ടാമത്തേലുണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ ക്യൂ ആയിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ കൊടുത്ത ഓരോ പ്രിൻറ്റിങ് പ്രോസസ്സും ഒരു മെമ്മറിൻ്റെ അകത്ത് ക്യൂ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ആദ്യത്തെ പേജ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, നെക്സ്റ്റ് പേജ് പ്രിൻറ്റിങ്ങിലേക്ക് പോവുള്ളൂ. ഒരിക്കലും ഇടയിൽ കൊടുക്കുന്ന പ്രിൻറ്റിങ് പേജ് ഒരിക്കലും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടില്ല. നമ്മൾ ആദ്യം കൊടുത്ത പേജസ് ഒക്കെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യൂ, നമുക്ക് പിന്നീട് കൊടുക്കുന്ന പേജ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറീൻ്റെ അകത്തേക്ക് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഒരു ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കൊടുക്കുന്ന ഡിഫറെൻറ്റ് വർക്കുകൾ, പ്രിൻറ്റിങ് അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാട്ട് കേൾക്കാം, വീഡിയോ പ്ലേ ചെയ്യാം, അങ്ങനെ കൊടുക്കുന്ന ഓരോ പ്രോസസ്സും ഈ പറഞ്ഞ മാതിരി തന്നെ മെമ്മറിൻ്റെ അകത്തേക്ക് ക്യൂ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് എ ന്യൂ എലമെൻറ്റ് ഈസ് ആഡഡ് അറ്റ് വൺ എൻഡ് കോൾഡ് റെയർ എൻഡ്. ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് റെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയർ എൻഡ് എന്ന് പറയുന്നത്. ഒരു ക്യൂവിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു എൻഡിനെയാണ് റെയർ എൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോർമലി ഉള്ള ഒരു ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നോർമലി നമ്മൾ ഒരു ക്യൂവിൽ പോയിട്ട് നിൽക്കുകയാണ്. ആദ്യം ഒരു ക്യൂവിൻ്റെ അകത്ത് ഒരു 5 കുട്ടികളുണ്ട്. ഒരു 6ാമത്തെ കുട്ടി ആ ക്യൂവിൽ പോയി നിൽക്കുമ്പം 5ാമത്തെ കുട്ടീൻ്റെ ബാക്കിലായിരിക്കും എന്ത് ചെയ്യുക, 6ാമത്തെ കുട്ടി പോയി നിൽക്കുന്നുണ്ടാവുക. അല്ലാണ്ട് ഒരിക്കലും 2ാമത്തെ കുട്ടിക്ക് ശേഷമോ അല്ലെങ്കിൽ 1ാമത്തെ കുട്ടീൻ്റെ മുമ്പിലോ പോയി നിൽക്കില്ല. ക്യൂവിൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കുട്ടികളുണ്ടെങ്കിൽ 6ാമത്തെ കുട്ടി 5ാമത്തെ കുട്ടിയുടെ ബാക്കിലാണ് പോയി നിൽക്കുക. ആ ഒരു എൻഡിനെയാണ് എന്ത് പറയുന്നത്, റെയർ എൻഡ്. അതുപോലെ തന്നെ ഒരു ക്യൂവിൻ്റെ അകത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവുകയാണ്. അതൊരിക്കലും ബാക്കിലുള്ള ആൾ എന്ത് ചെയ്യൂല, പോവില്ല, അല്ലെങ്കിൽ നടുവിലുള്ള ആളും പോവില്ല. എപ്പോഴും ആ ക്യൂയുടെ മുമ്പിലുള്ള ആളാണ് എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ എക്സിസ്റ്റിംഗ് എലമെൻറ്റ് ഡിലീറ്റഡ് ഫ്രം ദ എൻഡ് ഈസ് കോൾഡ് ഫ്രണ്ട് എൻഡ്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂവിൻ്റെ അകത്ത് ഡിലീഷനാണ് അവിടെ നടക്കുന്നത്. ഒരാൾ ക്യൂന്ന് പുറത്ത് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീഷനാണ് നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ മുമ്പിലുള്ള ഒരാൾ പോവുകയാണെങ്കിൽ അതിന് പറയും ഫ്രണ്ട് എൻഡ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതിയിലാണ്. നമ്മൾ സ്റ്റാക്കിൻ്റെ പഠിച്ചു ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തായിട്ടാണ് ഫസ്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു ക്യൂവിൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ആളാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഔട്ടാണ്. ഒരു ക്യൂവിൻ്റെ അകത്ത് ആദ്യം വന്ന ആളാണ് ഫ്രണ്ട് എൻഡിൽ ഉണ്ടാകുക. ആ ആളാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഫസ്റ്റ് പോവുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഇതൊരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മോഡലാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് ക്യൂ ആണുള്ളത്. ഒന്ന് നോർമലിയുള്ള സിമ്പിൾ ക്യൂ, പിന്നെ സർക്കുലർ ക്യൂ, പ്രയോറിറ്റി ക്യൂ, പിന്നെ ഡബിൾ എൻഡഡ് ക്യൂ അല്ലെങ്കിൽ ഡി ക്യൂ എന്ന് പറയും. അതിൽ നമുക്ക് ഒന്നാക്കി നോക്കാം സിമ്പിൾ ക്യൂ. നമ്മൾ നോർമലി ഉള്ള സാധാരണ ക്യൂവിനെയാണ് എന്ത് പറയുന്നത്, സിമ്പിൾ ക്യൂ എന്ന് പറയുന്നത്. എ സിമ്പിൾ ക്യൂ ഡിഫൈൻസ് എ സിമ്പിൾ ഓപ്പറേഷൻ ഓഫ് ക്യൂ ഇൻ വിച്ച് ഇൻസേർഷൻ ഒക്കേഴ്സ് അറ്റ് ദ റെയർ ഓഫ് ദ ലിസ്റ്റ് ആൻഡ് ഡിലീഷൻ ഒക്കേഴ്സ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ലിസ്റ്റ്. അതായത് നോർമലി ഉള്ള ഒരു സാധാരണ ക്യൂ, അതിൻ്റെ അകത്തേക്ക് ഒരു പുതിയൊരാൾ ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും റെയറിൽ കൂടെ ആയിരിക്കും, അതായത് ബാക്കുകളിൽ കൂടെ ആയിരിക്കും. ഒരു പുതിയൊരു ഡാറ്റ അല്ലെങ്കിൽ പുതിയൊരാൾ പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത് അതെപ്പോഴും മുമ്പ് കൂടെ ആയിരിക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഫ്രണ്ട് എൻഡ്. നോർമലി ഉള്ള സിമ്പിൾ ക്യൂവിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ആയിരിക്കും.
നെക്സ്റ്റ് പറയാനുള്ളത് സർക്കുലർ ക്യൂ. ഇൻ എ സർക്കുലർ ക്യൂ ഓൾ നോഡ്സ് ആർ ട്രീറ്റഡ് ആസ് എ സർക്കുലർ. ലാസ്റ്റ് നോഡ് ഈസ് കണക്റ്റഡ് ബാക്ക് ടു ദ ഫസ്റ്റ് നോഡ്. നമ്മൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ച പോലെ തന്നെ സർക്കുലർ ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോഡും ഒരു സർക്കുലർ ഫാഷനിലാണ് ഈ സർക്കുലർ ക്യൂവിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ലാസ്റ്റത്തെ ആ ഒരു റെയർ ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്കുലർ ക്യൂ ഈസ് ഓൾസോ കോൾഡ് റിംഗ് ബഫർ. അതുകൊണ്ട് തന്നെ സർക്കുലർ ക്യൂവിന് എന്ത് പറയാം, റിംഗ് ബഫർ എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. ഇതൊരു എന്താ പറയുക, ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യൂ ആണ്. സർക്കുലർ ക്യൂ കണ്ടെയ്ൻ എ കളക്ഷൻ ഓഫ് ഡാറ്റ വിച്ച് അലൗസ് ഇൻസേർഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യൂ ആൻഡ് ഡിലീഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്യൂ. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർഷൻ എൻഡിൽ തന്നെ, ഡിലീഷൻ എന്താണ് ബിഗിനിങ്ങിലേക്ക് തന്നെ. പക്ഷേങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സർക്കുലർ ഫാഷനിൽ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ നോർമലി ഇതെന്തുകൊണ്ടാണ് സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഉള്ള ക്യൂവിൽ ഒരു ഫസ്റ്റ് സ്പേസിലുള്ള ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സ്പേസ് അവിടെ എന്താ ചെയ്യും, വേസ്റ്റ് ആയിട്ട് മെമ്മറി അവിടെ കിടക്കും. പിന്നെ രണ്ടാമത്തെ ആളാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഡിലീറ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം ഡിലീറ്റ് ആകുമ്പം ആ മെമ്മറി സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതേസമയം ഈ സർക്കുലർ ക്യൂവിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേങ്കിൽ സിമ്പിൾ ക്യൂവിൻ്റെ അകത്ത് ഒരാളെ ഇൻസേർട്ട് ചെയ്യുമ്പം ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയുള്ളൂ. മുമ്പിലുള്ള ആ ഒരു പൊസിഷൻ മെമ്മറീനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പം ആ ഒരു ഡിലീറ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതേസമയം സർക്കുലർ ക്യൂ യൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ഇതിങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഒന്നാമത്തെ ആൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആൾ കുറച്ച് മുന്നോട്ട് വരും. അപ്പോൾ ആ ഒരു മെമ്മറി സ്പേസ് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ക്യൂവിനെയാണ് എന്ത് പറയുന്നത്, സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, ഇതാണ് സർക്കുലർ ക്യൂയുടെ ഒരു മോഡൽ. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് പ്രയോറിറ്റി ക്യൂ. Priority queue contains a data item which have some present priority. While removing an element from priority queue, the data item with the highest priority is removed. In a priority queue, insertion is performed in the order of arrival and the deletion is performed based on the priority. അതായത് പ്രയോറിറ്റി ക്യൂയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സാധാരണ നോർമലി ഉള്ളൊരു ക്യൂവിൻ്റെ അകത്ത് ഇങ്ങനെ 1 by 1 ആയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആരാണോ ഫസ്റ്റ് വന്നത് അയാൾ എന്ത് ചെയ്യും, എന്തായി പോവും, ഔട്ടായി പോവും.